കുടുംബത്തിന് അല്ലാഹു തആല ക്ഷമ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളുടെ പോരിശകളാണ്. ഇതിലിപ്പോൾ ഇനി പറയാൻ പോണത് മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ മുമ്പും മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ ശേഷവും സുന്നത്തുണ്ട്. മുഅക്കദായ റവാത്തിബ് സുന്നത്തുകളുടെ എണ്ണം 10 നമ്മൾ പഠിച്ചു. ഇനി ടോട്ടൽ റവാത്തിബ് സുന്നത്തുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ 22 റക്അത്തുകളുണ്ടാവും. ഇതൊക്കെ ചെയ്യാനുള്ളതാണ്. ഈ 22 റക്അത്തുകളുടെ കൂട്ടത്തിലാണ് മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായ ഒരു ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അവരുടെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന കുല്ലി അദാനൈനി സ്വല. ബൈന കുല്ലി അദാനൈനി സ്വല 3 വട്ടം പറഞ്ഞു. ബൈന കുല്ലി അദാനൈനി സ്വല, എല്ലാ 2 ബാങ്കിൻ്റെയും ഇടയിൽ നിസ്കാരം ഉണ്ട്. ഈ 2 ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തത് അതേ ആദ്യം കൊടുക്കുന്ന ബാങ്ക് തന്നെ. രണ്ടാമത്തെ ബാങ്ക് എന്നത് ഇഖാമത്താണ്. അതാണ് അദാനൈനി എന്ന് പറഞ്ഞത്. ഈ 2 ബാങ്കിൻ്റെ ഇടയിൽ ഒരു നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞാൽ ഇഖാമത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ സുന്നത്ത് നിസ്കരിക്കാം. ആ സുന്നത്ത് നിസ്കാരത്തിൻ്റെ എണ്ണമാണ് നമ്മളിപ്പോൾ 22 എന്നുള്ള എണ്ണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. 22 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുമ്പോൾ എത്ര സുജൂദ് കിട്ടിയാൽ, എത്ര തവണ ആ മനുഷ്യൻ്റെ ശരീരത്തിൽ നെറ്റിത്തടം നിലത്ത് കുത്തിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തുവോ അത്രക്കും ആ മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. ആ അടുപ്പത്തിൻ്റെ ബാറുകൊണ്ടാണ് പടച്ചോൻ്റെ സാമീപ്യം ഇങ്ങോട്ട് കൂടുകയുള്ളൂ. അതുകൊണ്ട് ആ സുന്നത്തുമ്മ വല്ലാണ്ട് പിടിച്ചോടി. ഫർള് ഏതായാലും നമ്മൾ ചെയ്യണം. സുന്നത്ത് റമദാൻ മാസം കഴിഞ്ഞാലും സുന്നത്തിനോട് രാജിയാവരുത്, വിട പറയരുത്. ഈ സുന്നത്തുകളിലൂടെയാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഖുദ്സിയായ ഹദീസിൽ കാണാം, ഞാൻ ഓൻ്റെ കയ്യാകും. അള്ളാഹ് പറയാണ്, ഞാൻ ഓൻ്റെ കയ്യാകും, ഞാൻ ഓൻ്റെ കാലാകും, ഞാൻ ഓൻ്റെ കണ്ണാകും എന്ന് പറഞ്ഞാൽ അതിന് മഹാന്മാർ പല അർത്ഥങ്ങളും വെച്ചിട്ടുണ്ട്. അവൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ ഞൊടിയുടെ കൊണ്ട് അല്ലാഹു തആല അവനെ അങ്ങോട്ടേക്ക് എത്തിക്കും. ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ പണി പെട്ടെന്ന് അല്ലാഹു തആല തീർത്തു കൊടുക്കും. മറ്റൊരർത്ഥം വെക്കാൻ അവനിക്ക് അവൻ്റെ ശരീരത്തിന് വലിയ പവറുകൾ അല്ലാഹു തആല നൽകും. അംഗങ്ങൾക്ക്, അവയവങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു കൊടുക്കും. അത്ര മനസ്സിലാക്കിയാൽ മതി. അതാണ് അള്ളാഹ് അവൻ്റെ കയ്യാകും, കാലാകും, കണ്ണാകും എന്ന് പറഞ്ഞാൽ. ചരിത്രം വിശാലമാണ്, പറയാൻ കുറേയുണ്ട്. ബഹുമാനപ്പെട്ട നഹാവന്തിലേക്ക് പോയ സാരിയനെ വിളിച്ചിട്ട് മദീനത്തെ പള്ളിയുടെ മെഹ്റാബിൽ നിന്നും മിമ്പറിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു യാ സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ, പർവ്വതം 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 എന്ന് പറഞ്ഞു കൊടുത്ത് ആ പർവ്വതത്തിൻ്റെ പിന്നിൽ നിന്ന് ഒളിഞ്ഞിരുന്ന ശത്രുക്കൾ നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് കിലോമീറ്ററുകൾക്ക് ദൂരമുള്ള നഹാവന്തിലേക്ക് മദീനയിൽ നിന്നൊരു മെസ്സേജ്, ഫോണിലല്ല, നേരെ തൊള്ളോണ്ട് പറയാ. അത് കേട്ടു, കേൾക്കാനുള്ള പവർ കൊടുത്തു. അത് സുന്നത്തുകൊണ്ടാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഫർളമ്മ മാത്രം ഒതുക്കിയിട്ടുള്ള പരിപാടിയൊക്കെ നിർത്തുക. ഫർള് പ്ലസ് സുന്നത്ത്, സുന്നത്ത് പ്ലസ് ഫർള്, അങ്ങനെ ഓരോ നിസ്കാരങ്ങൾക്കും പിറകെയും മുമ്പുമായിട്ട് ഇങ്ങനെ സുന്നത്തുകൾ ഏഡ് ചെയ്ത് കൊണ്ടുപോവുക. ജീവിതത്തിൽ അത്രയൊക്കെ സുന്നത്തുകൾ ഒരുപാട് ചെയ്ത മഹാന്മാരാണ് നമുക്ക് പൂർവികരായ ആളുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ളത്. അൽഹംദുലില്ലാ. നമ്മളെ ക്ലാസ്സിൻ്റെ സ്ഥിരം മെമ്പറായിരുന്നു ഹംസ ഹാജി. നമുക്കെന്നും അവരെ ഓർക്കാൻ ഒരു വകുപ്പുണ്ട്. എന്നും പെരീ കുത്തിരുന്ന് കാണ്ട് സുബഹിസ്കരിച്ച ആളല്ല, ജമാഅത്തിന് വരുന്ന ആളാണ്. റമദാൻക്ക് മാത്രം കയറി വന്നതുമല്ല, പല ഘട്ടങ്ങളായിട്ടും ഇവിടെ വരുന്നു പോകുന്ന ആളാണ്. അതുകൊണ്ട് കുറേ ആളുകൾ ഇങ്ങനെ നന്മകൾ പറയാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അത് മരിച്ചതിന് മുമ്പ് സൂറത്തു സോഫാത്തിൻ്റെ 21 നമ്പർ മറക്കണ്ട, 21ാമത്തെ ആയത്ത് ഓർത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ എന്നാണത്. ചെറിയ ആയത്താണ്. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. അതിൻ്റെ മാഖബലും മാബഅദും മുമ്പും ശേഷമുള്ളൊന്നും പറയുന്നില്ല. ഇപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനത്തെ ഇതുപോലത്തതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ പ്രവർത്തിച്ചോളീൻ. ഇത് മഅദീനിൽ ഖലീൽ തങ്ങൾ പാപ്പ അവിടുത്തെ
ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു ശിഷ്യൻ ബൈക്ക് അപകടത്തിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ വന്നു കൂടിയപ്പോൾ അവിടെ വെച്ച് തങ്ങൾ പാപ്പ ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞ കാര്യം ഞങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാം. ആ കുട്ടി ബൈക്ക് അപകടത്തിൽ മരിച്ചാനുള്ള ആ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് ആ കുട്ടിക്ക് ജലദോഷമുണ്ട്, മൂക്കടപ്പുണ്ട്, ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ ഓരോ ദൂരേന്ന് സിയാറത്തിന് പോയി വരുമ്പോൾ ബൈക്ക് ഓടിക്കുന്ന ആൾക്ക് ബാക്കിൽ മരിച്ചാൻ പോണ കുട്ടി ഹെൽമറ്റ് ഊരി കൊടുത്തു. അപ്പോൾ മുമ്പിലുള്ള ആൾ പറഞ്ഞു, ഇജ് ഉംറക്ക് പോണ ആളല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ നീർദോഷം ജലദോഷമൊക്കെ ഉണ്ടല്ലോ, ഇജാണ് ഹെൽമറ്റ് ഉപയോഗിക്കേണ്ടത്, ആ വെച്ചോന്ന് പറഞ്ഞു. അല്ല, അത് ഈ ഉപയോഗിക്കുകയല്ല വണ്ടി ഓട്ടുന്ന ആൾ എന്നും പറഞ്ഞ് അങ്ങോട്ട് നിർബന്ധിപ്പിച്ച് കൊടുത്തു. എന്നിട്ട് ആ കുട്ടിയുടെ ഗുണഗണങ്ങൾ പറയുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഇടപെട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ ആ കുട്ടി മുൻപന്തിയിലായിരുന്നു. കുറച്ചങ്ങ് കിലോമീറ്റർ പോയപ്പോഴേക്ക് ആക്സിഡൻറ്റിൽ പരിക്ക് പറ്റി തല പൊട്ടി അങ്ങനെ മരണപ്പെട്ടു. ഖബർ എൻ്റെ നാട്ടിലാണ്, ഖാസിം അദനി എന്നാണ്. അല്ലാഹു തആല ഖബർ വെളിച്ചാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈ ആയത്ത് അവിടെ തങ്ങൾ പാപ്പ ഓതി, ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ, പണിയെടുക്കുന്നവർ പണിയെടുത്തോളി ഇതുപോലത്തതിന് വേണ്ടി. അപ്പം മനുഷ്യന്മാരൊക്കെ പല തരത്തിലുമാണ്. ഹംസാജ് പോയത് നല്ലൊരു കർമ്മം ചെയ്തിട്ടാണ്. നല്ലൊരു കർമ്മത്തിൻ്റെ പിന്നിലാണ് അദ്ദേഹത്തിൻ്റെ പോക്കുണ്ടായത്. അപ്പം നിമിഷം അസ്രായിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. എന്നാളെ ഞാൻ പറഞ്ഞല്ലോ, 70 തവണ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് മുട്ടിക്കൊണ്ടിരിക്കേണ്ട ഒരു ദിവസം, അയക്കണോ 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 എന്ന്. അപ്പോൾ ഏതെങ്കിലും ദിവസം നമ്മളിങ്ങനെ പോകും. ഈമാനുള്ള മൗത്ത് അല്ലാഹു നൽകട്ടെ. എല്ലാവരോടും മിംഗ്ലിംഗ് ആകുക, എല്ലാവരോടും സഹകരിക്കുക, എല്ലാവരോടും സംസാരിക്കുക, എല്ലാവരോടും സലാം പറയുക, എല്ലാവരോടും വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ മിണ്ടാതെ പോണ ശൈലി ഉണ്ടല്ലോ, ഒട്ടും ശരിയല്ല. ഇന്നലെ അംസാക്ക അവിടെ ഉണ്ട്, നമ്മുടെ അംസാക്ക ഗൾഫിൽ നിന്ന് തന്ന അംസാക്ക ഇന്നലെ എന്നോട് തിരിച്ചു പോകുമ്പോൾ പറയാണ്, ഉസ്താദെ ഞാൻ ഇവിടൊക്കെ വന്ന് പോകുമ്പോൾ എന്നോട് ആ മനുഷ്യൻ മുണ്ടലേ ഇല്ല, ഞാൻ അങ്ങോട്ടും മുണ്ടലില്ല. അങ്ങനെ ഉണ്ടാകും ചില തിയറികൾ, ഇങ്ങോട്ടും ഉണ്ടിയാലേ അങ്ങോട്ടും ഉണ്ടുള്ളൂ. അതൊന്നും ഇസ്ലാമികല്ല കേട്ടാ. ഇങ്ങോട്ടും ഉണ്ടിയാലേ അങ്ങോട്ടും ഉണ്ടുള്ളൂ. അങ്ങനെ കുറേ അങ്ങനെ ഉണ്ട്. മരിച്ചിനീൻ്റെ തലേ ദിവസം ഈ ആളെ വിളിച്ചിട്ട് ഹംസാജി പറയണമല്ലോ, ഹംസേ പോകുമ്പോൾ ക്ലാസ് ചായ പിടിച്ച് പോകണം കേട്ടോ, പോകുമ്പോൾ ക്ലാസ് ചായ പിടിച്ച് പോകണം കേട്ടോ. ഇയാളിങ്ങനെ പറയേണ്ടത് പോകുമ്പോൾ ക്ലാസ് ചായ പിടിച്ച് പോകണം. പറയാത്തൊരാൾ പറയുമ്പോൾ ഒരു അത്ഭുതമല്ലേ. അങ്ങനെ കുടിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ചായ കുടിച്ചിട്ട് ആണ് മൂപ്പര് ഇറങ്ങിപ്പോയത്. ഹംസാക്ക അവിടെ ഉണ്ട്. എവിടെ ഹംസാക്ക കൈപ്പൊക്കെ കേട്ടെ? ആ അവിടെ ഉണ്ട്. അങ്ങനെ ഓരോ അടയാളങ്ങളാണ്. യൂസുഫാക്കിയും ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും മഹാസിനുകളെ പറയാനുള്ളൂ. അതന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്കുറു മഹാസിന മൗതാക്കും, മരിച്ചോലെ പറ്റി നല്ലത് പറയുക. അപ്പോൾ ആ നന്മകളൊക്കെ അവിടെ ഖബറിലാണെങ്കിലും അവരുടെ ഏടിലിങ്ങനെ മലക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും എഴുതി തന്നെയാണ്. അതുകൊണ്ടാണ് നന്മകൾ എടുത്ത് പറഞ്ഞോളീ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് എത്തിയിട്ടില്ല. അതങ്ങനെ ഉണ്ടാവുക. ഒരു മരണം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ കൂടും, സ്വാഭാവികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രഭാതം അല്ലാഹു ഖൈറിലാക്കട്ടെ. പരമാവധി സുബഹിൻ്റെ ജമാഅത്ത് സംഘമായിട്ട് നിസ്കരിച്ചാൻ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നോമ്പ് കയ്യാണ്. അതോടുകൂടെ എൻ്റെ സുബഹിയും കയ്യാണ് എന്നുള്ള പൊട്ട ചിന്താഗതി മാറ്റി വെക്കുക. സജീവമായി ഒന്നും കൂടി കയറി വരാൻ നോക്കുക. ഇത് നമ്മളെ മരണം വരെ ഈ സൽക്കർമ്മം തുടരുക. പറ്റുമെങ്കിൽ ഖുർആൻ പാരായണം റമളാൻ കഴിഞ്ഞാലും തുടരുക. അങ്ങനെ 40 ദിവസം വരുമ്പോൾ ഒരു ഖത്മ് തീർക്കാൻ നോക്കുക. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ 40 ദിവസം വീടുമ്പോൾ ഒരു ഖത്മ്. ഇപ്പോൾ ഒരു ഖത്മൊക്കെ തീർന്നവരുണ്ട്, നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അപ്പോൾ 40 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മ് തീർക്കണം എന്ന് മനസ്സിലിങ്ങനെ കരുതുക. ആ കരുത്തോട് കൂടെ ഇങ്ങനെ പോവുക. അങ്ങനെ അവിടെ മയ്യത്തായി പോണ വരെ അങ്ങ് ഉണ്ടാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. യാ റബ്ബി യാ അല്ലാഹ്. സഹോദരൻ ആശുപത്രിയിലാണ്, മിനാരത്തിൻ്റെ പണിയെടുക്കുന്ന ആൾ ആശുപത്രിയിലാണ്. അള്ളാഹുവെ നീ ശിഫ കൊടുക്കണേ അല്ലാ, പൂർണ്ണമായ ആരോഗ്യം കൊടുക്കണേ അല്ലാ. സന്തോഷത്തോടുകൂടെ നീ അദ്ദേഹത്തിന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങളെ പണി പുനരാരംഭിക്കാനുള്ള കഴിവും തോക്കത്തും നീ നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഭാഗ്യവാനാണ്. ഞങ്ങളെ കൂട്ടത്തിൽ നിന്നൊരുവൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും പറ്റുന്ന മുൻപേ നിൽക്കാൻ
അൽഹംദുലില്ലാ ഒപ്പത്തിനൊപ്പമുണ്ടായിരുന്ന ആളാണ്. നീ ഖബറിൽ ഒറ്റപ്പെടുത്തല്ല റഹ്മാനെ, ഖബറിൽ സന്തോഷത്തോടുകൂടെ കൂട്ടിന് ചെയ്ത അമാലുകൾ നീ വെച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഇരുട്ടറയുള്ള വീടാക്കി ആ ഖബറിനെ മാറ്റല്ല അല്ലാ, നല്ല പ്രകാശമുള്ള വീടാക്കി മാറ്റണേ അല്ലാ. സ്വർഗം കണ്ടു കിടക്കാനുള്ള അവസരം നൽകണേ അല്ലാ. ഒപ്പത്തിനൊപ്പം കയ്യോട് കയ്യെ തോളോട് തോളൊരുമിച്ച് നടന്നിരുന്നവരും ഇരുന്നവരും ഇവിടുന്ന് മനസ്സ് വന്ന് കരയുകയാണ് റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെ നീ ക്ഷമ നൽകണേ റബ്ബേ. അത് മറ്റൊരു രോഗത്തിന് കാരണമാക്കല്ല അല്ലാ. റഹ്മാനും റഹീമുമായ റബ്ബേ, മയ്യത്തുക്കരിക്കാൻ നേരത്ത് ഫൈലി ഉസ്താദ് അവറുകൾ എന്നോട് പറയാൻ പറഞ്ഞൊരു കാര്യം പൊരുത്തപ്പെടിക്കാനാണ്. പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി നടന്നതല്ലേ, അതിന് മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാവരും മാപ്പാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ റഹ്മാനെ. സബുഖുല്ലിസാനായി എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് നൽകണേ റഹ്മാനെ. അത് വെച്ച് നീ അവരെ ശിക്ഷിക്കല്ല അല്ലാ. ഒപ്പം പണിയെടുക്കുന്ന പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ കരുത്തും ശേഷിയും നൽകണേ അല്ലാ. ലിവജിഹില്ല, അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഭൂമിക്ക് മുകളിൽ ഒരുപാട് സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. അല്ലാഹുവേ, പൊന്നുമോൻ്റെ പഠനം കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എപ്പോഴും വന്ന് പറയാറുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പയില്ലെങ്കിലും ഉപ്പയെപ്പോലെ ഒപ്പം നിന്ന് കൂടെ നിന്ന് പ്രവർത്തിക്കാനും ചിന്തിക്കാനും നോക്കാനും പറ്റിയ എളാപ്പമാരുണ്ട്. അള്ളാഹുവെ, അവർക്കും നീ കഴിവും ശേഷിയും നൽകണേ റഹ്മാനെ. വീട്ടിലുള്ള ഉമ്മാക്കും ഭാര്യക്കും മക്കൾക്കൊക്കെ ക്ഷമ നൽകണേ അല്ലാ. കുടുംബാദികൾക്ക് ക്ഷമ നൽകണേ അല്ലാ. ദേവർസ്വൽ അബ്ദുസ്സലാം മുസ്ലിയാർ ഇന്നലെ പറഞ്ഞു, എല്ലാവർക്കും വേണ്ടൊരു അത്താണിയായിരുന്നു. അതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖളാ അല്ലേ, അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. ഈമാൻ അല്ലാഹു നമുക്ക് കൂട്ടിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തഖബ്ബലല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി